സാർ, അപ്പം സാറിൻ്റെ യാത്രയിലൂടെ സാറിൻ്റെ സന്ദേശം എങ്ങനെയാണ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയത്? ഞാൻ റോട്ടറി ക്ലബ്ബ് എന്നുള്ള ക്ലബ്ബിൽ ഞാൻ അംഗവും കൂടിയാണ്. അപ്പം റോട്ടറിയിൽ ഇപ്പം ഞാൻ ഒരു യാത്ര ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ സ്കൂളിൽ പോയിട്ട് ഞാനൊരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും സമ്മതിക്കില്ല. അപ്പോൾ അവിടെയാണ് എനിക്ക് റോട്ടറി പോലുള്ള സംഘടനകൾ എനിക്ക് സഹായകരമായത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ റോട്ടറി ആയിട്ട് ബന്ധപ്പെടുമായിരുന്നു. അപ്പോൾ അവർ ഈ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യും. ഈ ഗ്രാമങ്ങളിലും അതുപോലെ നഗരപ്രദേശങ്ങളിലും എല്ലാം, സ്കൂളുകളിൽ, കോളേജുകളിൽ, യൂണിവേഴ്സിറ്റീസിലെല്ലാം ഈ റോട്ടറി മുഖേന പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുമായിരുന്നു. അതുകൂടാണ്ട് ഒരുപാട് സന്നദ്ധ സംഘടനകളും എന്നെ ഈ യാത്രയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സെഷൻസ് അറേഞ്ച് ചെയ്യാനായിട്ട് ഒരുപാട് സന്നദ്ധ സംഘടനകൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഗുജറാത്തിൽ നമ്മുടെ അദാനി ഫൗണ്ടേഷൻസ് അവർ എന്നെ ഞാൻ വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അവരും ഒരുപാട് ഈ സെഷൻസ് അറേഞ്ച് ചെയ്യാനായിട്ട് എനിക്ക് സഹായം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ഈ കുട്ടികളുമായിട്ട് സംവാദിക്കാനൊരു ഇടയുണ്ടായത്. സാർ, ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പം പല പെൺകുട്ടികൾക്കും സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസരം ഉണ്ടായിട്ടുണ്ട്, സാറ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഈ സ്കൂളിൽ പോകണമെന്ന കാര്യം സംസാരിക്കുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അതെ, കുട്ടികളെക്കാട്ടിലും കൂടുതൽ രക്ഷകർത്താക്കൾക്കായിരുന്നു പ്രതികരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കുട്ടികൾ അതിനെ വളരെ വെൽക്കം ചെയ്യുന്ന, അവർക്ക് അത് സ്കൂളിൽ പോകുന്ന കാര്യമോ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ജോലി ചെയ്യേണ്ട അല്ല, നിങ്ങൾ പൈസ കൈകാര്യം ചെയ്യേണ്ട പ്രായമല്ല ഇതെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു കൗതുകമാണത്. പക്ഷേ മുതിർന്നവർക്ക് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ജോലിക്ക് പോയാൽ മാത്രമേ വീട്ടിലൊരു സപ്പോർട്ട് ആവുള്ളൂ. അവർ പറയുന്നത് പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ്. പണ്ട് വിചാരിച്ചിരുന്ന അതേ കാര്യം തന്നെ ഇന്നും നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും ആൾക്കാർ വിചാരിക്കുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾ ഒരു പരിധിവരെ സ്വാതന്ത്ര്യം മനസ്സിലാക്കിയാണ് സ്കൂളുകളിൽ പോകുന്നത്. കുറേ ആക്ടിവിറ്റീസ് ചെയ്താണ് പഠിക്കുന്നത്. മറ്റേ അവിടെ സിറ്റീസിൽ എടുക്കുകയാണെങ്കിൽ അവർ പഠിത്തം മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും പലയിടത്തും കാണുന്നില്ല. പക്ഷേ അതല്ലാത്ത കുറേ വലിയ അവസരങ്ങൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയപ്പോൾ, അവിടെ ഒരു ഗീതം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ ഒരു പെൺകുട്ടി, ആ കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് പ്രസിഡൻറ്റിൻ്റെ ഇന്നോവേഷൻസിലുള്ള അവാർഡ് കിട്ടിയായിരുന്നു. അപ്പോൾ ഇന്ദു മാണിക്പുരി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ആ കുട്ടി ഇപ്പോൾ വലുതായി, ആ കുട്ടി ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഞാൻ ആ കുട്ടീനെ പരിചയപ്പെട്ടു, ആ പ്രസിഡൻ്റ് അവാർഡ് മേടിച്ച് അതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് ചില പ്രദേശങ്ങളിൽ. അവിടുത്തെ ആ പ്രദേശത്തുള്ള സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥതയുള്ള ടീച്ചർമാർ, അത്രയും ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയക്കാർ അതിലേക്ക് ഇടപെടുമ്പോഴത്തേക്കും അവിടെയും മാറ്റങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. അത് ഒരു കാര്യമാണ്. അപ്പം സാറിൻ്റെ ടോപ്പിക്കിൽ തന്നെ ഉള്ളതാണ്. പക്ഷേ ഈ സാറ് യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഗിയേഴ്സ്, അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, ബൈക്കിനോടുള്ള വിശ്വാസ്യത, ഇതൊക്കെ എങ്ങനെ സാർ ഉറപ്പുവരുത്തി? എനിക്ക് ബൈക്കിൻ്റെ ഒരു മെക്കാനിസവും അറിയില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ബൈക്കിൻ്റെ ഒരു മെക്കാനിസം, മോട്ടോർ സൈക്കിളിൻ്റെ, എൻ്റെ ബുള്ളറ്റിൻ്റെ ഒരു മെക്കാനിസവും എനിക്കറിയില്ല. ടയർ പഞ്ചറായാൽ പോലും അത് മാറ്റാനോ അല്ലെങ്കിൽ പഞ്ചർ ഒട്ടിക്കാനോ എനിക്കറിയില്ല. അപ്പം ഞാൻ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അടുത്തുള്ള റോഡ് സൈഡിലുള്ള വർക്ക്ഷോപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷേ റോയൽ എൻഫീൽഡിന് കിട്ടിയൊരു സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോയൽ എൻഫീൽഡിന് ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ 1.5-2 മാസത്തിലൊരിക്കൽ കൃത്യമായിട്ട് എൻ്റെ വണ്ടി സർവീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കാരണം അങ്ങനെ വഴിയിൽ കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. വണ്ടിക്ക് നല്ല പണി വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കാർബറേറ്റർ മാറ്റേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, ഓവറോൾ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം സമയത്തിന് കൊണ്ടെത്തിച്ച് ചെയ്തതുകൊണ്ടാണ് നടന്നത്. ഞാൻ ഈ യാത്രയിൽ ഏകദേശം 45,000 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. ഈ 666 ദിവസം കൊണ്ട് സഞ്ചരിച്ചത് അത്രയും ദൂരമാണ്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ എൻ്റെ വണ്ടീനെ സൂക്ഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും
ഈ യാത്ര മുഴുവൻ എൻ്റെ ഏറ്റവും വലിയ കമ്പാനിയനായിട്ടിരുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ മോട്ടോർ സൈക്കിൾ തന്നെയാണ്. അപ്പോൾ അതിനോടുള്ളൊരു കടപ്പാട്, അതിനോടുള്ളൊരു ആത്മാർത്ഥത എനിക്ക് അതിനോടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയിരുന്നു. സാർ, ഇപ്പം ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായി, ഒരു 45,000 കിലോമീറ്റേഴ്സ് റൺ ചെയ്തിട്ട് സാറിനിപ്പം ബൈക്കിൽ ഇപ്പം പെട്ടെന്നൊരിടത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ സാറിനെ കൊണ്ട് ചെറിയ രീതിക്കാണെങ്കിലും ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും ഞാൻ മെക്കാനിക്കിനെ തന്നെ ഡിപ്പെൻഡ്. കാരണം ഞാൻ വിചാരിക്കുന്ന കാര്യം ഇതാണ്, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള രീതിയുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് അറിയാത്തൊരു കാര്യമാണ് ബൈക്കിൻ്റെ, മോട്ടോർ സൈക്കിളിൻ്റെ മെക്കാനിസം. അപ്പോൾ അത് സത്യം ഞാൻ പഠിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതും കൂടി ഉണ്ട് അതിൽ. പക്ഷേ അതിന് വേണ്ട അറിവും ഇതൊക്കെ ഉള്ള ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ അവരെ ഒരുപാട് ആശ്രയിക്കുന്നു. ഓക്കെ സാർ. അപ്പം സാർ ഒരു സിംഗിൾ പേഴ്സൺ അല്ല, ഒരു ഫാമിലിയാണ്, അമ്മയുണ്ട്, മക്കളുണ്ട്, വൈഫുണ്ട്. സോ അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു സാർ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും? അതെ, ഇതൊരു വളരെ പേഴ്സണലായിട്ടൊരു ചോദ്യമാണ്. പക്ഷെ അതിനൊരു അങ്ങനെയുള്ളൊരു മറുപടിയും കൂടെ ഞാൻ തരാം. നല്ലൊരു ജോലി, ഞാൻ ആക്സിസ് ബാങ്കിലെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പം നല്ലൊരു ജോലി, ഇത്ര നാളത്തെ എക്സ്പീരിയൻസ്, നല്ലൊരു പൊസിഷൻ, ഇതെല്ലാം പെട്ടെന്നൊരു ദിവസം വിട്ടിട്ട് വരുമ്പോൾ ഏതൊരാളും ഫേസ് ചെയ്യുന്ന കാര്യം ഞാനും ഫേസ് ചെയ്തു. എൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ വൈഫാണെങ്കിലും പിള്ളേരാണെങ്കിലും എല്ലാവരും അതിനോട് വലിയൊരു എതിർപ്പ് തന്നെയായിരുന്നു. എൻ്റെ ഇളയ മോൾ ആ സമയത്ത് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് ഞാൻ ജോലി നിർത്തുമ്പോൾ. അവളിപ്പോൾ 12th അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച കാര്യമാണ്, അച്ഛാ അടുത്ത വർഷം ഞാൻ സ്കൂളിൽ എൻ്റെ സ്കൂൾ ഡയറിയിൽ അച്ഛൻ്റെ ഓക്യുപ്പേഷൻ്റെ അവിടെ ഞാൻ എന്താണ് എഴുതേണ്ടത്? അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു ഭാര്യയാണെങ്കിലും വളരെ എതിർപ്പായിരുന്നു ജോലി വിട്ടിട്ട് പോകുന്നത്. പക്ഷേ അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരെയും കൺവിൻസ് ചെയ്യാന്നുള്ളതാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്യാണ്ട് ഞാൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കും? ഞാൻ ആൾക്കാരെങ്ങനെ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഒരു പ്രശ്നത്തിനെ പറ്റി എങ്ങനെ സംസാരിക്കും? ഞാൻ ചെയ്ത കാര്യം അത് തന്നെയാണ്. ആദ്യം എൻ്റെ വൈഫിനെ കൺവിൻസ് ചെയ്തു, എൻ്റെ പിള്ളേരെ കൺവിൻസ് ചെയ്തു, വീട്ടിലെ അമ്മേനെയും കുറച്ചധികം ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനെയും കൺവിൻസ് ചെയ്തിട്ടാണ് ഞാൻ യാത്ര ആരംഭിക്കാൻ വന്നത്. ഇനിയിപ്പോൾ അതിലൊരു അനുഭവം കൂടെ ഉണ്ടായതും കൂടെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഭാര്യ താമസിക്കുന്ന ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 250 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഞാൻ ജനുവരി 1 യാത്ര തുടങ്ങാൻ, ജനുവരി 1 തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന രീതിയിൽ യാത്ര പ്ലാൻ ചെയ്ത് അങ്ങനെ അതിൻ്റെ നടപടികളും കാര്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. ഡിസംബർ 31 എൻ്റെ യാത്ര തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഉച്ചയായപ്പോൾ എൻ്റെ ഭാര്യയുടെ അച്ഛൻ, അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊരു അപശകുനമാണ്, ഇത് ഇപ്പോൾ യാത്ര ചെയ്യാൻ പാടില്ല, ഈ സമയത്ത് നിങ്ങൾ നാട്ടിൽ പോകണം, അവിടെ പോയിട്ട് അവരുടെ കൂടെ ഇരിക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതൊക്കെ ആയിരിക്കും ആൾക്കാർ സാധാരണ പറയുന്നത്. അപ്പം ഞാനും ആകെ ഒരു കൺഫ്യൂസ്ഡ് ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് അവൾ പറഞ്ഞത്, ബിജു ഇപ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തല്ലോ, യാത്ര നടക്കട്ടെ, ഇവിടെ എന്താണോ ചെയ്യേണ്ടത് അത് ഞങ്ങളെല്ലാവരും കൂടെ നോക്കിക്കോളാം, അപ്പോൾ അതിനെ പറ്റിയിട്ട് വറി ചെയ്യേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുപോലെ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഇതിലേക്ക് എൻ്റെ യാത്രയെ സപ്പോർട്ട് ചെയ്യിക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം എൻ്റെ ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജസ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം റീൽസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ എഡിറ്റ് ചെയ്തത് എല്ലാ പിള്ളേരും, എൻ്റെ 2 പിള്ളേരും കൂടെ ചേർന്നിട്ടാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തത്. സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് അമ്മയുടെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു യാത്ര എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട്. സോ കുറച്ച് സമയം കൊണ്ട് സാർ ഒരുപാട് അറിവുകളും നമ്മുടെ ചോദ്യത്തിന് ഉത്തരവും തന്നപ്പം സാറിന് പുതുതായിട്ടുള്ള റൈഡേഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം പെൺകുട്ടികൾ ഒരുപാട് ഈ മേഖലയിലോട്ട് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. സോ അവരോട് എന്തെങ്കിലും മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശം അല്ലെങ്കിൽ എന്തെങ്കിലും സാറിന് പറയാനുണ്ടെങ്കിൽ? തീർച്ചയായിട്ടും. അത് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ, ഇന്ത്യ ഈസ് എ സേഫ് കൺട്രി ടു ട്രാവൽ. ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളാണ്, രാജ്യത്ത് ആൾക്കാർ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തട്ടിക്കൊണ്ടു പോകും, നമ്മളെ കൊലപ്പെടുത്തും, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. എൻ്റെ യാത്രയിൽ തന്നെ ഞാനിത് സേഫ് ആണെന്ന് പറയാനുള്ള കാരണം, എൻ്റെ യാത്രയിൽ തന്നെ ഒരുപാട്
റൈഡേഴ്സിനെ ഞാൻ കണ്ടു. പല സ്ഥലങ്ങളിലും പല രീതിയിലും റൈഡ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടു. ഒരുപാട് പെൺകുട്ടികൾ റൈഡ് ചെയ്യുന്ന ഞാൻ കണ്ടു. ഒരുപാട് സോളോ ആയിട്ട് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ ഞാൻ കണ്ടു. സോളോ ആയിട്ട് വണ്ടി ഓടിക്കുന്നവരെ. ഞാൻ ചണ്ഡീഗഡിൽ വെച്ചിട്ട് ഞാൻ കണ്ട ഒരു സ്ത്രീ, പരിചയപ്പെട്ട ഒരു സ്ത്രീയാണ്. അവർ ഏകദേശം 42 വയസ്സുണ്ടായിരുന്നു. അവരെ ഞാൻ പരിചയപ്പെടുമ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് അവർ നോർത്തും നോർത്ത് ഈസ്റ്റും മുഴുവൻ അവർ സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞത്. അവർ സഞ്ചരിച്ചത് ഹിച്ച് ഹൈക്കിംഗ് വഴിയാണ്. ലിഫ്റ്റ് ചോദിച്ചിട്ടാണ് അവർ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് അങ്ങനെ മുഴുവൻ ആ നോർത്ത് ഈസ്റ്റും നോർത്ത് ഇന്ത്യയും മുഴുവൻ സഞ്ചരിച്ച ഒരു സ്ത്രീ. അപ്പോൾ അത്രയും സേഫ് ആണെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഞാനും ഈ പറഞ്ഞ എനിക്കും ഒരു അതിശയം ഉണ്ടായി. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് മാർഷ്യൽ ആർട്സ് വല്ലതും അറിയാമോ? അവർ പറഞ്ഞു ഇല്ല, അറിയില്ല. ഞാനവർ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആയുധങ്ങൾ വല്ലതും ഉണ്ടോ നിങ്ങളുടെ കയ്യിലോ, പെപ്പർ സ്പ്രേയോ? അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു ആയുധവും ഇല്ല, എൻ്റെ മനസ്സിൻ്റെ ഒരു വിശ്വാസമാണ്. അപ്പോൾ അത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നലാണ് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത്. പക്ഷെ അങ്ങനെ സംഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ സ്ഥലത്തെ ആചാരങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്, ആൾക്കാരെയും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിൽ ആ സേഫ്റ്റി ആസ്പെക്റ്റിലുള്ളൂ. എല്ലാവരും, രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും നിങ്ങളെ വളരെ സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കും. ഓക്കെ, അപ്പം താങ്ക് യു സാർ. ഇത്രയും സമയം നമുക്ക് വേണ്ടി സാർ ചിലവഴിച്ചു. സാറിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് പറയാനുള്ളതെല്ലാം സാറ് പറഞ്ഞു. സാറിന് ഇനി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? താങ്ക് യു സോ മച്ച്. ഇത് ആഡ് ഓൺ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ചോദിച്ചു കഴിഞ്ഞു. ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ള ഒരു 2 കാര്യങ്ങൾ, ഒന്ന് യാത്രയെ പറ്റിയും. യാത്ര ചെയ്യണം. യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്താഗതി ശരിക്കും ഒന്ന് വിശാലമാവുന്നത്, തുറക്കുന്നത്. അപ്പോൾ യാത്ര ചെയ്താൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. യാത്ര ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മുടെ ചിന്താഗതി ശരിയാവില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്ത വരില്ല, പോസിറ്റീവ് തോട്ട്സ് വരില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് സർക്കാരിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഓരോ ഭാരതീയനും അതിൻ്റെ ആയിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ, അത് എന്തുമാവാം. അത് ഈ പറഞ്ഞ പോലെ ഇപ്പം ഇങ്ങനെ യാത്ര ചെയ്ത് തന്നെ ചെയ്യണമെന്നില്ല. നമ്മുടെ പ്രദേശത്താണെങ്കിലും ചെയ്യാം, നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയിട്ടാണെങ്കിലോ, നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണെങ്കിലും, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണെങ്കിലോ, ആരോഗ്യ മേഖല, എന്ത് മേഖലയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം. നമ്മളെ പ്ലാസ്റ്റിക്കിന്, പിന്നെ ബീച്ചിൽ ഉള്ള പ്ലാസ്റ്റിക്കിന്, എന്ത് കാര്യം, ഞാൻ ഇന്ന ഒരു കാര്യമെന്ന് ഞാൻ പറയുന്നില്ല. നദികൾ ഒരുപാട് പൊല്യൂട്ടഡായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ തടാകങ്ങൾ ഒരുപാട് പൊല്യൂട്ടഡായിട്ട് കാണും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഓരോ ഭാരതീയനും കഴിയണം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു അവസരം തന്നതിനും വന്ന് പരിചയപ്പെട്ടതിനും വളരെ സന്തോഷം. താങ്ക് യു. സമയമായി